ആ ഒരു പ്രോട്ടോകോളാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങളിത് ചെയ്തു തന്നാലും നമ്മുടെ ബാസിക് സ്റ്റുഡൻസിന് നമ്മുടെ അക്കാഡമിക്സ് ടീമിന്റെ ഒരു ശ്രദ്ധയാണ്. അവരിത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നമ്മളിതെല്ലാം ഓക്കെ അല്ലേ നോക്കിയതിന് ശേഷം മാത്രമേ അവരിത് NUSലോട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് ഇവിടെ നേടാൻ പറ്റുന്നത്. ഈ മാർക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ വിജയത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കോട് ശതമാനത്തോട് വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്, ഒരു ബൂസ്റ്ററാണ്. NIOSൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ തിരക്ക് കാരണം പഠിക്കാൻ പറ്റിയില്ലല്ലേ? ഇനി വിഷമിക്കേണ്ട, കാരണം ഇനി നിങ്ങൾക്ക് 6 മാസത്തെ സിലബസ് വെറും 1 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാം, അതും ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സിലൂടെ. സോ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NUS ഏപ്രിൽ 2025 പരീക്ഷ ഫീസ് അടച്ചു. പരീക്ഷ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് വന്നു. നമ്മുടെ തിയറി എക്സാമിനേഷൻ വരാൻ പോകുന്നു. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്തു വെച്ചൊരു കാര്യമുണ്ടായിരുന്നു, നമ്മുടെ TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്. ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ മാർക്സിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എപ്പോൾ മാർക്ക് വരും, എൻ്റെ മാർക്ക് എത്രയാണ് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. നമുക്ക് TMA എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മാർക്ക് നമുക്ക് നമ്മുടെ വിജയത്തിന് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. സോ ആ മാർക്കൊക്കെ എപ്പോൾ വരും എന്നായിരുന്നു നമ്മൾ കുട്ടികൾ ചോദിച്ചിരുന്നത്. എന്നാൽ ആ ഒരു കാത്തിരിപ്പിന് ഇപ്പോൾ വിരാമായിരിക്കുകയാണ്. നമ്മുടെ TMAയുടെ മാർക്കൊക്കെ വന്നു മക്കളെ. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് TMAയുടെ മാർക്ക് എങ്ങനെ നോക്കാം എന്നുള്ളത് മാത്രമല്ല, മാർക്കൊക്കെ വിലയിരുത്താനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NUS ഏപ്രിൽ 2025 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഇതാ 1 by 1 അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് വിശ്രമമില്ല, നമുക്ക് അങ്ങോട്ട് ഓടാനുള്ള സമയമാണ്, പഠിക്കാൻ തുടങ്ങാനുള്ള സമയമാണ്, പഠിച്ച് തീർക്കേണ്ട സമയമാണ്. സോ ഇതെല്ലാം നമുക്കിപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഷീറ്റ് വന്നു. മാർച്ച് 17 തൊട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഏപ്രിൽ 2nd വീക്ക് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരികയാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഹോൾ ടിക്കറ്റിന് വരാൻ പോകുന്നത്. അതിന് ശേഷം നമുക്ക് നമ്മുടെ തിയറിയുടെ ഹോൾ ടിക്കറ്റ് വരാൻ പോകുന്നത്. എന്താണെങ്കിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. സോ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഓൺലി 1 month ടൈം. ഒരു മാസം കൊണ്ട് ഈ പറഞ്ഞ സിലബസ് മൊത്തമായിട്ട് പഠിക്കൽ നടക്കില്ല. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം ഏതാണോ അത് മാത്രം നോക്കി പഠിച്ചാൽ മതി മക്കളെ. ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാസിന്റെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 5 അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ബാസിന്റെ ക്രാഷ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത് പരീക്ഷയുടെ അടിസ്ഥാനമായിട്ടുള്ള മാർക്ക് വെയിറ്റേജ് കൂടുതലുള്ള പാഠങ്ങളെ മാത്രം മുൻനിർത്തിയിട്ടുള്ള ബേസിക് കണ്ടന്റുകൾ, ഫോട്ടോപിക്സ് കണ്ടന്റുകളും, അതുപോലെ തന്നെ Q&A സെഷനും ഒബ്ജക്റ്റീവ് ബാങ്കും. ഈ ഒരു ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന എല്ലാ MCQ, FIB, മാച്ച് ഫോളോയിങ്, 1 word, ട്രൂ ഓർ ഫാൾസ്, സിംഗിൾ സെന്റൻസ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മുടെ ഒബ്ജക്റ്റീവ് ബാങ്കിൽ ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ അന്ന് വരെ നിങ്ങൾക്ക് അത് മാത്രം റിവൈസ് ചെയ്താൽ മതി. അതിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം 75 മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ കുട്ടികൾക്ക് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് പിന്നെ Q&A സെഷൻ എന്ന് പറയുമ്പോൾ Q&Aയിൽ നമ്മൾ ഏകദേശം എല്ലാ ടോപ്പിക്സുകളും നമ്മുടെ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ചാപ്റ്റേഴ്സിനെ എല്ലാം കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. അതായത് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ വരുന്ന പാറ്റേണുകളിൽ ചോദ്യങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്തു അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ Q&A സെഷനിലും കൊടുക്കുന്നത്. സോ Q&A സെഷനിൽ നമുക്ക് കഴിഞ്ഞ 3 പരീക്ഷകളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി വരാൻ പോസിബിലിറ്റീസ് ഉള്ളതൊക്കെ അതേ പാറ്റേണിലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സോ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതാ താഴെ കാണുന്ന നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് തന്നെ ജോയിൻ ചെയ്യാം. ഒരു സബ്ജക്റ്റ് മാത്രം എടുത്ത് പഠിക്കാം, ടഫ് ഉള്ളത്. അതിൽ 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം. നിങ്ങൾക്ക് ഫുൾ സബ്ജക്റ്റ് എടുത്ത് പഠിക്കാം. നിങ്ങളുടെ സൗകര്യമാണ് മക്കളെ. എല്ലാ സബ്ജക്ട്സിന്റെയും ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, 10ാം ക്ലാസ് സബ്ജക്ട്സുകൾക്കൊക്കെ നമുക്ക് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇനി മടിക്കണം മക്കളെ, വേഗം തന്നെ താഴെ നമ്മളോട് വിളിച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്രാഷിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ അപ്ഡേറ്റിലോട് വരികയാണെന്നുണ്ടെങ്കിൽ TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് നമ്മളെല്ലാവരും കൊടുത്തു. നമ്മൾ ഓൺലൈനായിട്ട് തന്നെ നമ്മളെ A4 ഷീറ്റ് എടുത്ത് എഴുതി വൃത്തിയിൽ എഴുതി നമ്മൾ തന്ന ക്വസ്റ്റ്യൻസ് ഞാൻ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. സോ അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിരുന്നു. സോ ആ ആൻസറൊക്കെ നോക്കി നിങ്ങൾ എഴുതി നിങ്ങളത് അപ്ലോഡ്. ഇപ്പോൾ നമ്മുടെ ബാസിൻ്റെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ എല്ലാം വെരിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അത് നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ നമ്മുടെ ഒരുപാട് കുട്ടികൾ, ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഈ ഒരു അസൈൻമെന്റ് സബ്മിഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കണം. TMA എനിക്ക് എത്ര കിട്ടുന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു. ലാബില്ലാത്ത വിഷയങ്ങൾക്ക് 20 മാർക്കും അതല്ലാതെ 18, 17, 16, 13 മാർക്ക് വെയിറ്റേജിലൊക്കെയാണ് നമ്മുടെ TMA വരുന്നത് എന്നുള്ളത് മുന്നേ നിങ്ങൾക്ക് അറിയിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്കൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ മാർക്ക് വന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളൊക്കെ നോക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബാസിലെ കുട്ടികളാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് ഇതിന് മാർക്കുകളൊക്കെ എടുത്തു തരും. അപ്പോൾ നമ്മുടെ ബാസിലെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ മക്കളെ നിങ്ങൾ നേരെ നമ്മുടെ അക്കാഡമിക്സ് ഡിപ്പാർട്ട്മെന്റിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അതിലോട്ട് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി. എല്ലാവരും ഒപ്പം വിളിക്കേണ്ട, ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്താൽ തന്നെ 1 by 1 നിങ്ങൾക്ക് എടുത്തു തരും. ആദ്യം നമുക്ക് മെസ്സേജ് റിക്വസ്റ്റ് വരുന്ന കുട്ടികൾക്കായിരിക്കും നമ്മളത് എടുത്ത് കൊടുക്കുക. സോ നിങ്ങൾ എന്താ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ റിസൾട്ട് അതിലോട്ട് നമ്മുടെ വാട്സ്ആപ്പ് ത്രൂ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മുടെ അക്കാഡമിക് സെല്ലിൽ നിന്ന് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ തന്നെ അത് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, നിങ്ങൾ മാർക്കൊക്കെ എത്രയെന്നുള്ളത് ഇപ്പോൾ തന്നെ അറിയാം.
പറയാം, പരീക്ഷയുടെ മുമ്പ് നമുക്ക് മാർക്ക് എത്രയെന്നുള്ള അറിയാൻ പറ്റും. ഈ മാർക്ക് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ വിജയത്തിലെ ഏറ്റവും കൂടുതൽ മാർക്കോട് ശതമാനത്തോട് വിജയിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്, ഒരു ബൂസ്റ്ററാണ്. സോ അതുകൊണ്ട് തന്നെ ഈ മാർക്ക് എത്രയെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ പുറത്തൊക്കെയുള്ള കുട്ടികളാണ് ഈ മക്കളെ നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ മാർക്ക് എത്രയെന്നുള്ള അറിയാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഞാൻ കുട്ടിയുടെ റിസൾട്ട് ആണ്, ഇപ്പോൾ ഏപ്രിൽ 25 സ്റ്റുഡൻറ്റിന്റെ TMA റിസൾട്ട് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. TMA സ്റ്റാറ്റസ് എന്നാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ TMA അവസ്ഥ എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കണ്ടോ, സബ്ജക്ട് ഏത് സബ്ജക്റ്റൊക്കെയാണ് നമ്മൾ TMA കൊടുത്തിട്ടുള്ളതെന്നുള്ളതും ആ TMA സബ്മിഷൻ എങ്ങനെയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിന്റെ സ്റ്റാറ്റസും, അതേപോലെ അതിന്റെ അലൊക്കേഷൻ എങ്ങനെ നടന്നിട്ടുള്ളത്, അവരെങ്ങനെ അലൊക്കേറ്റ് ചെയ്ത്, അവരെങ്ങനെ അതിനെ ഇവാലുവേറ്റ് ചെയ്തത് മാത്രമല്ല ഇപ്പോൾ കറന്റ് സ്റ്റാറ്റസ് ഈ ഒരു ടൈമിൽ എത്രയാണെന്നുള്ളതും ഇതിന് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതും നിങ്ങൾ കൊടുത്ത TMA എങ്ങനെയാണെന്നുള്ളത് ഏതാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടും മാത്രമല്ല ഇത് നോക്കിയ ആളുകൾ അവരുടെ ഒരു ഫീഡ്ബാക്കും കൂടി ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് TMA സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾ റിസൾട്ട് ഇവിടെ കാണാൻ പറ്റുക. സോ ഇത് മക്കളെ നിങ്ങൾ എല്ലാവരും നോക്കണം. ഈ ഒരു മാർക്ക് നിങ്ങൾ നോക്കുക. ഇതിൽ നോക്കൂ, ഫസ്റ്റ് നമ്മളിപ്പോൾ +2 ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റ് ആണ് എടുത്തിട്ടുള്ളത് എങ്കിൽ അത് നമ്മൾ കണ്ടോ ഓൺലൈനായിട്ട് തന്നെ എല്ലാം നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. എല്ലാ സബ്ജക്ട്സും നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ അവിടെ കണ്ടോ TMA അപ്ലോഡ് ഓൺലൈൻ എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് സേഫ് ആണ്. നമ്മൾ ഈ കൊടുത്ത് നമ്മുടെ അസൈൻമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തു എന്നുള്ള കൺഫർമേഷൻ ആണ് ഈ അപ്ലോഡ് ഓൺലൈൻ എന്ന് പറയുന്നത്. ഇത് അവർ അലൊക്കേറ്റ് ചെയ്തു, ഇത് അലൊക്കേറ്റഡ് ആണ്. നമ്മൾ TMA അവർ അംഗീകരിച്ചിട്ടുണ്ട്, ഇത് അവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നതാണ് അലൊക്കേറ്റഡ് എന്ന് പറയുന്നത്. സോ അവരെന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുത്ത TMA ഒക്കെ അവരെടുത്ത് കിട്ടി എന്നുള്ളത് ഉറപ്പ് വരുന്നതാണ് ഈ അലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തൊക്കെ തെറ്റിപ്പോയ ചില കുട്ടികൾ പുറത്തൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് പ്രോപ്പറായിട്ട് ചെയ്യാതെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവിടെ അലൊക്കേഷൻ പെൻഡിങ് എന്ന് കാണിക്കുക. ഈ TMA അലൊക്കേറ്റഡിന്റെ പകരം ഇവിടെ അലൊക്കേഷൻ പെൻഡിങ് എന്ന് കാണിക്കുക. സോ അപ്പോൾ അലൊക്കേഷൻ പെൻഡിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കിട്ടിയിട്ടില്ല, അവർക്ക് സ്വീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഈ അപ്ലോഡർ ഓൺലൈൻ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നോട്ട് അപ്ലോഡഡ് എന്നാണ് കാണിക്കുക, നോട്ട് അപ്ലോഡഡ് ഓൺലൈൻ എന്നാണ് കാണിക്കുക. സോ ഇത് നമുക്ക് നോക്കാം, നമ്മളിതൊക്കെ അപ്ലോഡർ ഓൺലൈൻ ആണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു കുട്ടിയുടെ ഫുൾ അപ്രൂവ് ചെയ്ത നമുക്ക് നമ്മുടെ ബാസിലെ ഒരു സ്റ്റുഡൻറ്റിന്റെ സ്റ്റാറ്റസ് ആണ് ഞാൻ എടുത്ത് തന്നിട്ടുള്ളത്. സോ നിങ്ങളൊക്കെ നോക്കുമ്പോൾ ചില ആളുകൾ ചെയ്തതിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇതിലൊക്കെ പല ഇത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ചെയ്യുക. അതൊക്കെ മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ സജഷൻസ് ആണ് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഈ ഒരു സ്റ്റാറ്റസ് അല്ലാതെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ ഐ വിൽ സപ്പോർട്ട് യു. ഓക്കെ, സോ നമ്മൾ TMA അലൊക്കേറ്റഡ് ആണ്, നമ്മൾ സ്വീകരിച്ചു. ഇനി അവരിത് എന്ത് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു, അവർ നോക്കി. ചിലപ്പോൾ നമ്മൾ അലൊക്കേറ്റ് ചെയ്താൽ പോലും അവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ ഇവാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുക, വാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുക. അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ കണ്ടോ എല്ലാം അവർ നോക്കി, ഇവാലുവേറ്റഡ് എല്ലാ പേപ്പറും അവർ നോക്കി. ഓക്കെ, ചില കേസൊക്കെ നിങ്ങൾ ഏകദേശം റിസൾട്ട് വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാവർക്കും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങളോട് നോക്കണം എന്ന് ഞാൻ പറഞ്ഞതാ. നോക്കിയിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ ഒരു 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. അതായത് എല്ലാ അപ്ലോഡർ ഓൺലൈൻ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെന്റ് ആയിട്ട് പോയിട്ടില്ല എന്നാണ് അർത്ഥം. അതേപോലെ അലൊക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ TMA അലൊക്കേറ്റഡ്, എല്ലാം അവരുടെ അടുത്ത് എത്തിയില്ല എന്നുള്ളത് TMA അലൊക്കേറ്റഡ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇവാലുവേഷൻ സ്റ്റാറ്റസ്, ഇവിടെയാണ് നമുക്കൊരു ചേഞ്ചസ് ഉണ്ടാവുക. ഇപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ എല്ലാം ഇവാലുവേറ്റഡ് ആണ്, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളിൽ ചിലപ്പോൾ ഇവാലുവേഷൻ പ്രോഗ്രസ് എന്ന് കാണിക്കുകയാണെങ്കിൽ അവരത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു സമയം അവർ കൊടുത്താൽ മതി, അവരത് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് തരുന്നതാണ്. സോ ഇവാലുവേറ്റഡ് ആണെന്നെങ്കിൽ നിങ്ങളുടെ മാർക്കൊക്കെ അവർ എടുത്തു എന്നുള്ളതാണ്. അതായത് അവർ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞു, മാർക്ക് പബ്ലിഷ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റാറ്റസ് നോക്കൂ, ഓരോ ദിവസം അവർ അപ്ഡേറ്റ് ചെയ്തതിന്റെ സ്റ്റാറ്റസുകൾ ഇവിടെ കണ്ടോ, ആ ഡേറ്റ് വെച്ചിട്ട് ഇവിടെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. സോ 10/1 ഇത് ഈ ഒരു മലയാളം എന്ന് പറയുന്നത് 10/1 ഇവർ വാലിഡേറ്റ് ചെയ്തത് സ്റ്റാറ്റസ് ഇട്ടത്. ബാക്കിയെല്ലാം കണ്ടോ അവർ 1/1/2025 അതായത് ജനുവരിയിൽ തന്നെ അത് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് ഇവിടെ പബ്ലിഷ് ആയി വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. പിന്നെ മാർക്ക് നോക്കൂ മക്കളെ, ഇതിപ്പോൾ ഈ കുട്ടിയുടെ കേസ് വെക്കുമ്പോൾ ഇത് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് ഇതിൽ കണ്ടോ ഈ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിന് ലാബുള്ള സബ്ജക്റ്റ് ആണ് മലയാളം. ഓക്കെ, ഇങ്ങനെ വരും. ഓക്കെ, സോ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, മലയാളം ഇതൊക്കെ എന്താണ് 20 മാർക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ബാസിലെ സ്റ്റുഡന്റിന് എല്ലാത്തിനും 20 കിട്ടി മക്കളെ, 20 ഔട്ട് ഓഫ് 20. ഇതെന്താ, നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ആണ്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോട്ടോകോളാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നത്. അത് മാത്രമല്ല നിങ്ങളിത് ചെയ്തു തന്നാലും നമ്മുടെ ബാസിലെ സ്റ്റുഡൻസിന് നമ്മുടെ അക്കാഡമിക്സ് ടീമിന്റെ ഒരു ശ്രദ്ധയാണ്. അവരിത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്ത് നമ്മളിതെല്ലാം ഓക്കെ അല്ലേ നോക്കിയതിന് ശേഷം മാത്രമേ അവരിത് NASലോട്ട് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് ഇവിടെ നേടാൻ പറ്റുന്നത്. ഇത് കണ്ടോ, എല്ലാം ചെക്ക് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ കറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ ബാസിലെ അക്കാഡമിക്സ് ടീം എന്ത് ചെയ്യുന്നത്, ഇതിനെ സ്റ്റുഡൻസിലോട്ട് കൊടുക്കുന്നു. സ്റ്റുഡൻസിനെ കൊണ്ട് ഇംപ്രൂവൈസ് ചെയ്യിപ്പിച്ചിട്ട് ഇത് NASലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിലെ ലാബുള്ള വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ 20 മാർക്ക് ഉണ്ടാവില്ല. കാരണം ലാബുള്ള വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, മാർക്ക് കുറവായിരിക്കും. അത് അതിന്റെ ടോട്ടൽ മാർക്ക് തന്നെ അത്രയാണ് വരുന്നത്. ഇത് മാർക്ക് കുറഞ്ഞതല്ല, ഇതിന്റെ മാക്സിമം മാർക്ക് ഇത്രയാണ്. സോ അതും കുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ TMA കാണണമെങ്കിൽ ഈ ഒരു വ്യൂസ് TMA എന്നുള്ളിടത്ത് നമുക്ക് നോക്കിയാൽ നമ്മൾ കൊടുത്ത TMA എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ TMAയുടെ സ്റ്റാറ്റസ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവരുടെ ഫീഡ്ബാക്ക്, ഇവർ നോക്കിയ ആളുടെ ഫീഡ്ബാക്ക് ആണ് ഗുഡ് ഗുഡ് ഗുഡ്, അടിപൊളിയാണെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇനി നിങ്ങൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ എഴുതിയ കണ്ടന്റ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഇവരിവിടെ കറക്റ്റ് ആയിട്ട് എഴുതും. ഇവിടെ കറക്റ്റ്
ഓക്കെ, അല്ലെങ്കിൽ ബാഡ് എന്നോ അല്ലെങ്കിൽ നോട്ട് ഇംപ്രസീവ് എന്നോ അതല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നോട്ട് ആൻസേർഡ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരമല്ല കൊടുക്കണം, ഇങ്ങനെ പല ഫീഡ്ബാക്ക് അവർ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവർ അംഗീകരിച്ചു, ഫുൾ മാർക്കും അവർ കൊടുത്തു. സോ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഇതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കുട്ടികൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മാർക്ക് എത്രയാണ് വന്നിക്കണം എന്നുള്ളത് നോക്കുക, അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് നോക്കുക, ഈ ഒരു 3 സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ കുട്ടികൾ ഇനി ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ ഏപ്രിൽ 25 എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ടീമിന്റെ മാർക്കൊക്കെ നോക്കി വെക്കുക, സ്റ്റാറ്റസ് ഒക്കെ നോക്കി വെക്കുക. ഇതിൽ നിങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോടെ കാണും. അപ്പോൾ മാർക്ക് ചിലപ്പോൾ 0 ഒക്കെ വന്ന കുട്ടികളുണ്ടാവും, വാല്യൂഷൻ ചെയ്തിട്ട് 0 ഒക്കെ വന്നു. അപ്പോൾ 0 വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു കമന്റ് ഉണ്ടാവും, എന്തുകൊണ്ട് 0 ഇട്ടു എന്നുള്ളത് അവർ പറയുന്നുണ്ടാവും. സോ ഇപ്പോൾ നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് നേടും നമുക്ക് അറിയാൻ പറ്റും, കാരണം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അതല്ലാതെ പുറത്തുനിന്നൊക്കെ ചെയ്ത കുട്ടികളുണ്ടെങ്കിൽ ഈ മാർക്കൊക്കെ വന്നതൊക്കെ ചെക്ക് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും മാർക്കിലോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസിലൊക്കെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ളതാണ് സ്റ്റാറ്റസിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് ചെയ്താൽ മതി, അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ TMAയുടെ സ്റ്റാറ്റസ്, TMAയുടെ മാർക്ക് വന്നു എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ മക്കളെല്ലാവരും മാർക്ക് നോക്കുക. ഇത് വെച്ചിട്ട് വേണം നമുക്കിനി അടുത്ത നമ്മുടെ തിയറി എക്സാമിനേഷനും അതേപോലെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷനൊക്കെ മാർക്ക് നമുക്ക് മേർജ് ചെയ്യും. ഈ TMAയുടെ മാർക്കും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്കും പബ്ലിക് എക്സാം തിയറിയുടെ മാർക്കും കൂടി മേർജ് ചെയ്തിട്ടാണ് ഫൈനലി നമുക്ക് 100 മാർക്കിന് പരീക്ഷ റിസൾട്ട് വരുന്നത്. സോ അതൊക്കെ എന്താണെന്നുള്ള അടുത്ത വീഡിയോകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം. മക്കളെ മറക്കണ്ട, നമ്മൾ പഠിക്കാൻ തയ്യാറാവേണ്ട സമയമാണ്. ഇനി നമുക്ക് സമയമല്ല, നമ്മുടെ സമയമൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞു. വേഗം തന്നെ ബാസിന്റെ ക്രാഷ് കോഴ്സിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് വാട്സ്ആപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ക്ലാസ് വേണ്ടത് ആ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങും. നമുക്ക് എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. സോ മക്കളെ വേഗം തന്നെ അതിലോട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാനൊന്നും സമയമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.